ഹലോ കൂട്ടുകാരെ, നയനം 10ാം അധ്യായത്തിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കഥയിലേക്ക് പോകാം. എന്നാ വേഗം റെഡിയാക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കഴിച്ച് എഴുന്നേറ്റുകൊണ്ട് അർജുൻ പറയുന്നത് കേട്ട് അവളുടെ നെഞ്ച് കത്തി. വേണ്ട സാർ, ഞാൻ പോകുന്നില്ല. കഴിക്കുന്ന പ്ലേറ്റിൽ കൈ കുത്തിക്കൊണ്ടവൾ കൈ കഴുകാൻ പോകുന്നവനെ തിരിഞ്ഞു നോക്കി. പോകുന്നില്ലേ? വായിലെ വെള്ളം തുപ്പിക്കൊണ്ടവൻ പാഞ്ഞെടുത്തു. എടി മോളെ, നിന്റെ ഭാവിക്ക് സംഭവിക്കുന്ന ഒരു നഷ്ടത്തിനും ഞാൻ ഉത്തരവാദിയാകില്ല. അക്കാദമിക് ഇയർ നശിപ്പിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലെന്നും പറഞ്ഞ് നിലവിളി കൂടി അർജുൻ്റെ മണ്ടക്ക് കയറിയാലുണ്ടല്ലോ. ഈർഷ്യയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ മുൻവശത്തെ വാതിൽ തുറന്നു. അതേ വേഗത്തിൽ അത് അടച്ചു. വാതിലടയുന്ന ഉച്ചത്തിൽ ശബ്ദം കേട്ട് നയന ഞെട്ടി. ആരാരും കൂട്ടിനില്ലാതെ ആ വലിയ വീട്ടിനകത്ത് ഇനി എന്തെന്ന ആദിയിൽ അവൾ ഇരുന്നു. റിമയും നെഹയും ക്ലാസ് റൂമിലെ നയനയുടെ ഒഴിഞ്ഞ ഇരിപ്പിടത്തിലേക്ക് നോക്കിയ ശേഷം പരസ്പരം ഒന്ന് നോക്കി. സൂസൻ ചേച്ചി നയനയെ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. ക്ലാസ് ടീച്ചർ കേൾക്കാതെ റിമ നെഹയുടെ കാതോരം പറഞ്ഞു. അവളെ അർജുൻ്റെ കൂടെയാണ് വിട്ടത്. എനിക്ക് ഉറപ്പാ. ഇന്നലെ സൂസൻ ചേച്ചി അർജുനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നെഹ തറപ്പിച്ചു പറഞ്ഞു. എടാ, അയാൾ അവളെ വല്ല അപകടത്തിൽപ്പെടുത്തുമോ? അവളാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സൂസൻ ചേച്ചിയെ ഒന്ന് പിടിച്ചു കുടയുക തന്നെ വേണം. അവളെ രക്ഷിക്കാൻ ഒരു പക്ഷേ നമുക്കായാലോ? റിമയുടെ മുഖം ദുഃഖത്താൽ ചുവന്നു. അവളെ അയാൾക്ക് പണത്തിന് വിറ്റതാണെങ്കിൽ ഏത് സൂസൻ ചേച്ചി വിചാരിച്ചാലും രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നയനയുടെ പേരൻസിനെ ഈ വിവരം അറിയിക്കണം. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഇരുവരും എഴുന്നേറ്റു. ക്യാബിനിലെ റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്ന് അർജുൻ മിഴികൾ അടച്ചു. ഒരുപാട് കൊതിയോടെ നേടിയെടുത്തിട്ട് ഇത്ര അടുത്ത് കിട്ടിയിട്ടും അവളെ ആസ്വദിക്കാൻ കഴിയാത്തതെന്താണ്? ബലം പ്രയോഗിച്ച് അവളെ കീഴടക്കാൻ അനുവദിക്കാത്ത തൻ്റെ മനസ്സിനോട് അവൻ ശങ്കയോടെ ചോദിച്ചു. വില കൊടുത്ത് വാങ്ങിയവളോട് എന്തിനീ ദയ? ഇനിയും പിടിച്ചു വെക്കാൻ കഴിയാത്തൊരാശ അവനിൽ നുരഞ്ഞു പൊങ്ങി. ഫോൺ കയ്യിലെടുത്ത് നയനയെ വിളിക്കാൻ ഒരുങ്ങി. പക്ഷേ അവളുടെ നമ്പർ അറിയില്ല. അവൾക്കൊരു ഫോണുണ്ടോയെന്ന് പോലും അവൻ ശ്രദ്ധിച്ചിട്ടില്ല. നിരാശയോടെ ഫോൺ തിരിച്ചു വെച്ചു. ക്ലോക്കിൽ 9 മണിയായത് നോക്കിക്കൊണ്ട് നയന ഇരുന്നു. ക്ഷുഭിതനായിക്കൊണ്ട് രാവിലെ ഇറങ്ങിപ്പോയവൻ ഇതേവരെ തിരിച്ചെത്തിയിട്ടില്ല. ഫോണിൽ അവനെ വിളിക്കാനുള്ള ധൈര്യവും കൈവന്നിട്ടില്ല. അല്ലെങ്കിലും സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്താൻ പറ്റുന്നവനൊന്നുമല്ലല്ലോ. വന്നു കയറിയാലുള്ള സമാധാനവും പോയി കിട്ടും. അർജുൻ്റെ കാർ ഗേറ്റ് കടന്ന് മുറ്റത്തെത്തി. ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം ജനൽ വഴി ഹാളിലെത്തി. ഏകാന്തതയുടെ പിടിയിൽ മനസ്സുലഞ്ഞു പോയവൾ മുഖത്തേക്കടിച്ച വെളിച്ചത്തിൽ ചാടി എഴുന്നേറ്റു. നയന മുൻവശത്തെ വാതിൽ തുറന്നു അവന് കയറാൻ വേണ്ടി ഭിത്തിയുടെ അരികിലേക്ക് മാറി നിന്നു. അവളിലേക്ക് നോട്ടമെത്താതെ അർജുൻ അകത്തേക്ക് കയറി. നിനക്ക് ഫോണില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചവൻ അവൾ ഉണ്ടെന്ന് തലയാട്ടുന്നത് കണ്ടില്ല. ചോദിച്ചത് കേട്ടില്ലേ? രാവിലത്തെ അരിശം വിട്ടിട്ടില്ല. അവനെ അനുസരിച്ച് കോളേജിൽ പോയാൽ മതിയായിരുന്നുവെന്ന് ഒരു നിമിഷം തോന്നി അവൾക്ക്. ഉണ്ട് സാർ. അർജുൻ കാലിലെ ഷൂവും സോക്സും വലിച്ചെറിഞ്ഞത് അവൾ നോക്കിയെടുത്തു വെച്ചു. നമ്പർ പറഞ്ഞേ. അവൻ ഫോൺ കയ്യിലേക്കെടുത്തു. സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞവൾ സോഫയിൽ വെച്ച് ഫോൺ എടുത്ത് അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. അതോടെ അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു.
ഫോണിൽ തൻ്റെ നമ്പർ ഉണ്ടായിട്ട് പോലും അവനെ വിളിക്കാത്തവളോട് അർജുന് വെറുപ്പ് തോന്നി. അവളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും അർജുന് സ്ഥാനമില്ലെന്ന് അവൻ ഉറപ്പിച്ചു. അർജുൻ്റെ മനസ്സിൽ അവളോടുള്ള വെറുപ്പ് കനലായി നീറി. കാട്ടുപോത്തിൻ്റെ സ്വഭാവമുള്ളവനെ ഏത് പെണ്ണു അടുപ്പിക്കും? കഴിക്കാൻ എന്താ? വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ അവൻ ചോദിച്ചു. ചോറും കറിയും പപ്പടവും തോരനുമുണ്ട്. വിറക്കുന്ന കരങ്ങളെ സ്വയം പിടിച്ചൊതുക്കി അവൾ നിന്നു. മുഖമുയർത്തി അവനെ ഒന്ന് നോക്കാൻ പോലും മനസ്സിന് ശക്തിയില്ലാത്തവൾ. നിന്റെ തൊലിഞ്ഞ ചോറും കറിയും തിന്നാൻ വേറെ ആരെങ്കിലും വിളിച്ചോ? രാത്രിയിൽ എനിക്ക് കഴിക്കാൻ ഇറ്റാലിയൻ ഡിഷ് തന്നെ വേണം. അർജുൻ പറയുന്നത് കേട്ട് നയനയുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നതുപോലെ വിടർന്നുപോയി. എൻ്റെ ഫുഡ് മെനു ഞാൻ അയച്ചു തരാം. എന്താ ഏതൊക്കെയാന്ന് എൻ്റെ മോളിരുന്ന് പഠിക്ക്. അർജുൻ നയനയുടെ തൊട്ടരികിൽ വന്ന് അവളുടെ കവിൾ തട്ടിവിട്ടു. നിമിഷ നേരം കൊണ്ട് തന്നെ അവനുണ്ടാക്കേണ്ട ഫുഡിൻ്റെ ലിസ്റ്റ് അവളുടെ വാട്സാപ്പിൽ വന്നു. ഹറിയപ്പ് എന്ന് പറഞ്ഞൊരു ചുംബന സ്മൈലിയും. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു അവൾ ആ ഡിന്നർ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ തപ്പിയെടുത്തു. ശബ്ദം കുറച്ചു വെച്ചു. അവൻ പോയ ഗോവണിപ്പടികളിലേക്കൊന്ന് എത്തി നോക്കി. അവൾ അടുക്കളയിൽ കയറി വാതിലടച്ചു. ആളിക്കത്തുന്ന മനസ്സോടെ അവൾ റെസിപ്പി നോക്കി എഴുതി വെച്ചു. ഉദ്ദേശിച്ച രീതിയിൽ ആ ഡിഷ് വരില്ലെന്ന ഉറപ്പിൽ അവൾ ആ ഭക്ഷണം പാകം ചെയ്തെടുത്തു. ഒരുപക്ഷെ ചൂടോടെ തൻ്റെ മുഖത്തേക്കെറിയുമായിരിക്കും. ഇല്ലെങ്കിൽ പൊതിരെ തല്ലുമായിരിക്കും. അതുമല്ലെങ്കിൽ ഈ ജീവൻ അങ്ങ് എടുക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ലല്ലോ. പദം പറഞ്ഞു കരഞ്ഞവൾ. അവൻ്റെ കാലുച്ച കേട്ടതും പൊടുന്നനെ മിഴികൾ തുടച്ചവൾ പിന്തിരിഞ്ഞു നിന്നു. അടുക്കള വാതിൽ തുറന്നപ്പോൾ കണ്ട അവളുടെ പിന്നഴകിൽ അർജുൻ മിഴികൾ ഓടിച്ചു. നേർത്ത രോമങ്ങൾ കിളിർത്ത അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗം അവൻ്റെ തൃഷ്ണയ്ക്ക് ചിറക് മുളപ്പിച്ചു. അതരങ്ങൾ തള്ളവിരൽ കൊണ്ട് ഒന്നൊഴിഞ്ഞു കൊണ്ടവൻ അടുക്കളയിലെത്തി. സെർവ് ചെയ്യാൻ ഇനി പ്രത്യേക ഓർഡർ തരണോ? അമർഷത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് നയന കിടുങ്ങി വിറച്ചു. ഉള്ളുലഞ്ഞു ആടിയവൾ അവനുള്ള ഭക്ഷണം വിളമ്പി പ്ലേറ്റിൽ ഇട്ടുകൊടുത്തു. ഗ്ലാസ്സിൽ വെള്ളവും നിറച്ചു അവൻ്റെ അരികിലേക്ക് വെച്ചു കൊടുത്തു. അവളുടെ പതർച്ച കണ്ട് രസിക്കുന്നവൻ നയനയുടെ കൈകൾ മുൻപിലേക്ക് വരുന്നത് കണ്ട് ചെറുഞെട്ടലോടെ അവളെ നോക്കി. കുറച്ച് കയ്യിലെടുത്ത് വായിൽ വെച്ചു. വിധിക്കായി കാത്തിരിക്കുകയാണ് ഒരുവൾ. പരാതിയൊന്നും പറയാതെ കഴിക്കുന്നവനെ അതിശയത്തോടെ നോക്കിയവൾ. എന്നാൽ മാൻകുഞ്ഞിനെ തൻ്റെ കെണിയിൽ വരുത്താനുള്ള കുറുക്കൻ്റെ തന്ത്രമായിരുന്നു ആ ശാന്തത. ഇവിടുത്തെ ജോലിയൊക്കെ വേഗം തീർത്ത് വേഗം മുകളിലേക്ക് വാ. സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിവെക്കുകയായിരുന്നു നയന. ഇനിയുള്ള ജോലി നിനക്ക് അവിടെയാണ്. അവൻ കൊതി ഒളിപ്പിച്ച് അവളുടെ പിൻകഴുത്തിൽ മുത്തിക്കൊണ്ട് അർജുൻ പറയുമ്പോൾ നയനയുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം അറിയാതെ താഴെ വീണ് ഉരുണ്ട് കറങ്ങി. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അർജുൻ അടുക്കളയിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാനുള്ള വഴികൾക്കായി അവളുടെ മിഴികൾ ആ അടുക്കള മൊത്തം പരതി. നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ മത്സരിച്ചൊഴുകുന്നുണ്ട്. ആദ്യ കയറി നെഞ്ചം വിങ്ങി നീറുന്നുണ്ട്. ഇന്ന് അവന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും തീർച്ച. വിറക്കുന്ന കരങ്ങൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു. മനസ്സിൽ ഒരിഷ്ടം തോന്നാത്ത പുരുഷനെ ചുംബിക്കുന്നതെങ്ങനെയാണ്? വാരി പുണരുന്നതെങ്ങനെയാണ്? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്ങനെയാണ്? നയനക്ക് ഓർക്കെ തല പെരുക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് പണവും കൈപ്പറ്റി ആരോടും പറയാതെ കൂടെ പുറപ്പെട്ടതുപോലെ അനായാസമല്ല മുന്നോട്ടുള്ള കാര്യങ്ങൾ. അവൾക്കെല്ലാം ബോധ്യമാവുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരുവൻ്റെ കൈകളിൽ അമരുമ്പോൾ എതിർക്കാനുള്ള ശക്തി തൻ്റെ ഈ ദേഹത്തിനുണ്ടോ? നയന! അടുക്കള വാതിൽക്കൽ നിന്നുകൊണ്ടുള്ള അവൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് ഭിത്തി പോലും ധരിച്ചുപോയി. ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വിരലുകൾ അയച്ചും പിണച്ചും അടുക്കള മൂലയിൽ ഊർന്നിരുന്നു പോയവൾ അവൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. കരഞ്ഞു കലങ്ങിയ മിഴികളോടെ നയന അവനെ നോക്കി. അവളുടെ മുഖത്തേക്കുള്ള നോട്ടം മാറ്റിക്കൊണ്ട്
അർജുൻ നയനയുടെ അരികിലേക്ക് വന്നു. എന്താടി, നിന്റെ ആരെങ്കിലും ചത്തോ? ശ്വാസം പോലും വിടാൻ അയവില്ലാതെ അത്രയും അടുത്തു വന്ന് നിന്നവൻ. മുകളിലേക്ക് വരുമ്പോൾ പാലെടുക്കാൻ മറക്കണ്ട. നിലത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ തല കുനിച്ച് മിഴികൾ ഉയർത്തി നിൽക്കുന്നവളിൽ ശ്രദ്ധ ഊന്നി. പിന്നെ വരുമ്പോൾ ഈ കരഞ്ഞു വീർത്ത മോന്ത കാണാൻ പാടില്ല. മുഖം പുഞ്ചിരി കൊണ്ട് പ്രസന്നമാകണം. കേട്ടല്ലോ? അവൻ നയനയുടെ കവളിൽ പിടിച്ച് മുഖത്ത് പുഞ്ചിരി വരുത്തി. ഫ്രിഡ്ജിൽ നിന്നും പഴങ്ങളെടുത്തു കഴുകി ബാസ്ക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നവനെ അതിശയത്തോടെ നോക്കി നിന്നു നയന. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അവൻ്റെ ചുണ്ടിലൊരു മൂളിപ്പാട്ടുണ്ട്. പാല് തിളപ്പിക്കുമ്പോൾ സാഫ്രോൺ ഇടണം. മൊത്തത്തിലൊന്ന് കോഴിക്കട്ടടോ. അവൻ കണ്ണുറുക്കി പറഞ്ഞുകൊണ്ട് വാതിൽ കട്ടിലയിൽ ഒന്ന് തല്ലി അടുക്കള വിട്ടു. ഒരു കൂടയും പിടിച്ചു പോകുന്നവനെ നോക്കിക്കാണാൻ അവൾ പിറകിലൂടെ പോയി കട്ടിലപ്പടിയിൽ ചാരി നിന്നു. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ആദി കൂടി. ശ്വാസതാളം ഉയർന്നു വന്നു. അവളുടെ ചെവിയിൽ മഴത്തുള്ളികൾ പോലെ തുള്ളിയിട്ട വിയർപ്പ് തുള്ളികൾ സ്വയം ഉരുകി ഒലിച്ചിറങ്ങി. ഉയിരുള്ളോളം കാലം മറക്കാൻ കഴിയാത്ത നശിച്ച രാത്രിയാകുമോ തനിക്കിനി ഈ ജീവിതം സമ്മാനിക്കാൻ പോകുന്നത്? ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ശബ്ദം പോലും കാതിനെ അലോസരപ്പെടുത്തി. അവളുടെ ബുദ്ധി അവിവേകമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അടുക്കളയിലേക്ക് തിരികെ ചെന്ന് ഷെൽഫിൽ വെച്ച വെളിച്ചെണ്ണ ബോട്ടിൽ എടുത്ത് ഹാളിലെത്തി. ബോട്ടിലിൻ്റെ ക്യാപ്പ് ഊരി സ്റ്റെയറിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ തൂവി. ബോട്ടിൽ അടുക്കളയിലെ ഷെൽഫിൽ തന്നെ കൊണ്ടുവച്ചു. എടീ, അവിടെ തന്നെ കൂടിയാൽ നീ എൻ്റെ പിടിയിൽപ്പെടില്ലെന്ന് വ്യാമോഹിക്കണ്ട മോളെ. ഈ വീട് മുഴുവൻ നിനക്കുള്ള തടവറയാ. അടുക്കളയിൽ നിന്ന് തിരികെ വരുമ്പോൾ അവൾ കേൾക്കുന്നത് ഇതാണ്. മുകളിലെ ഹാൻഡ് ഗ്രില്ലിൽ മുറുകെ പിടിച്ച് കുനിഞ്ഞു നിന്നുകൊണ്ട് രോഷം തിളക്കുന്ന കണ്ണുകളോടെ അവൻ തൻ്റെ ഇരയെ നോക്കി. ഇടം കണ്ണാൽ വെളിച്ചെണ്ണ തൂവിയ സ്റ്റെപ്പിൽ നോക്കിക്കൊണ്ട് അവൾ തല കുമ്പിട്ടങ്ങനെ നിന്നു. എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചില്ലെന്നും വരാം. നയന പതിയെ തല ഉയർത്തി മുകളിൽ നിൽക്കുന്നവരെ നോക്കി. നിന്നെ കീഴ്പ്പെടുത്താൻ എനിക്ക് റൂം തന്നെ വേണമെന്നില്ല. അവൻ്റെ വാക്കുകൾ കൂസാതെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് ധാർഷ്ട്യത്തോടെ പറഞ്ഞുകൊണ്ടവൻ പടികൾ ഇറങ്ങാൻ പാഞ്ഞു. അവൻ ഈർഷ്യയോടെ നോക്കിക്കൊണ്ട് പടികൾ ചാടി ഇറങ്ങി. അവസാനത്തെ സ്റ്റെപ്പിൽ കാൽ വെച്ചതും തെന്നി മറിഞ്ഞ് തലയിടിച്ച് അവൻ ഹാളിൽ മലർന്നു വീണു. മുതുകും തറയിൽ ശക്തിയായി അടിച്ചു വീണിരുന്നു. അസഹ്യമായ വേദനയാൽ അർജുൻ കിടന്ന് പുളഞ്ഞു. അരികിൽ നിൽക്കുന്നവൾ ആ കാഴ്ചകൾ കണ്ടു വിറച്ചു നിന്നു. എന്ത് കാഴ്ച കണ്ടു നിൽക്കുകയാണടി? പിടിച്ച് എഴുന്നേൽപ്പിക്കെന്നെ. നിസ്സഹായതയുടെ കൈകൾ രണ്ടും അയച്ചും തൂക്കിയിട്ട് നിൽക്കുന്നവൾ ഓടിച്ചെന്ന് അവൻ്റെ അരികിലിരുന്നു. ശിരസിനെ കൈകൾ കൊണ്ട് താങ്ങുകൊടുത്തു പതുക്കെ എഴുന്നേറ്റിരുത്തി. നയനയുടെ കൈത്തണ്ടയിൽ ബലം പ്രയോഗിച്ച് അവൻ എഴുന്നേറ്റു. വേദനയെ അവൻ പല്ലുകൾക്കിടയിൽ കടിച്ചമർത്തി. സോഫയിലേക്ക് അവനെ പതുക്കെ കിടത്തുമ്പോഴും നയനയുടെ കൈത്തണ്ടയിലെ പിടുത്തം അവൻ വിട്ടിരുന്നില്ല. മുതുകൊതുക്കിയിരിക്കാൻ കഴിയാതെ അവൻ ചുരുണ്ടുപോയി. സാറ് സൂക്ഷിച്ചിറങ്ങണ്ടേ? നയന അവൻ്റെ കൈബലത്തിനുള്ളിൽ നിന്നും അവളുടെ കൈ സൂത്രത്തിൽ മോചിപ്പിച്ചു. നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. പോയി വല്ല ബാമുണ്ടോയെന്ന് നോക്കിയിട്ട് വാടി. അയ്യോ! അവൻ്റെ ആക്രോശം കേട്ട് നയന അറിയാതെ തന്നെ പിടഞ്ഞ് എഴുന്നേറ്റു പോയിരുന്നു. എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഗോവിന്ദ. അവൾ പോയ വഴിയെ കമിഴ്ന്ന് കിടന്ന് നോക്കിക്കൊണ്ടവൻ നെടുവീർപ്പിട്ടു. സാർ, ബാമ് കാണുന്നില്ല. അവൾ കൈകൾ പരസ്പരം കൂട്ടിത്തിരുമ്മിക്കൊണ്ട് തിരികെ വന്നു. അവൻ വാങ്ങിയ വീടല്ലേ? അവൻ തന്നെ വാങ്ങി വെച്ചാലല്ലേ ഏതൊരു സാധനവും ആ വീട്ടിനകത്തുണ്ടാകൂ. പിന്നെ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? ദേഷ്യത്തിൽ തല ഉയർത്തി അവളെ നോക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് അവൻ അവിടെ തന്നെ കമിഴ്ന്ന് കിടന്നു. ഞാൻ ചൂട് പിടിപ്പിച്ച് തരട്ടെ? അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്ത് പണ്ടാരെങ്കിലും ചെയ്യേ, ഈ വേദന ഒന്ന് കുറഞ്ഞാൽ മതി. ചൂടുവെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോകും വഴിയേ. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരാശ്വാസത്തിൽ അവൾ നെഞ്ചു തടവിയിരുന്നു. ഒരു പാത്രത്തിൽ ചൂടുവെള്ളവും
തോളിൽ ഒരു തോർത്തും ഇട്ടുകൊണ്ട് നയന അവൻ്റെ അരികിലെത്തി. അർജുൻ സോഫയിൽ കമിഴ്ന്ന് കിടപ്പാണ്. അരികിൽ അവൾ വന്നതൊന്നും അവൻ കണ്ടിട്ടില്ല. അവൾ ചൂടുപാത്രം തറയിൽ വെച്ചു. സാർ ഇത്തിരി ചെരിഞ്ഞ് കിടക്കുമോ? തോളിലെ തോർത്തിൽ പിടിച്ചുകൊണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ദാ ഇവിടെ. അനക്കമില്ലാതെ കിടന്നവൻ അല്പം ചെരിഞ്ഞുകൊണ്ട് വേദനയുള്ള ഭാഗം തൊട്ട് കാണിച്ചു. ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ ആ തോർത്ത് ആ ഭാഗത്ത് പതിയെ ഒപ്പി. ആ എടി, എന്നെ പൊള്ളിച്ചെടുക്കുമോ നീ? അർജുൻ വീണ്ടും അലറി. ചൂടോടെ പിടിച്ചാലേ വേദന മാറൂ, ഇല്ലെങ്കിൽ നീര് കെട്ടും, ഒരു കുഞ്ഞിനോടെന്ന പോൽ അവൾ തഞ്ചത്തിൽ പറഞ്ഞു. പിന്നെ അവൻ മിണ്ടാതെ ഒതുങ്ങി കമിഴ്ന്ന് കിടന്നു. ഓരോ തവണ ചൂട് തോർത്ത് ദേഹത്തിൽ വയ്ക്കുമ്പോഴും ഒരു നനുത്ത പുഞ്ചിരി അവളുടെ ചൊടിയിൽ വിരിഞ്ഞിരുന്നു. മതി, എടുത്തുകൊണ്ട് പോ. അവൻ പാടുപെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൾ തോർത്തും പാത്രവും അവിടെ വെച്ച് അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. വേദന കുറഞ്ഞോ സാർ? നയനയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ അവൻ മുതുക് തള്ളിപ്പിടിച്ചു സ്റ്റെയർ കയറിപ്പോയി. അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവൾ നിൽക്കുമ്പോൾ മനസ്സിൽ മെനഞ്ഞുകൂട്ടിയ മോഹങ്ങളൊക്കെ പാടെ മറന്ന് ഒരുവൻ ആ ബെഡിലേക്ക് കമിഴ്ന്ന് വീണതും നിദ്രയിലേക്ക് ഒഴുകിപ്പോയിരുന്നു. നയന ചൂടുപാത്രം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് താഴെയുള്ള മുറിയിലെ വാഷ്റൂമിൽ കയറി. ഷവറിൽ നിന്നുള്ള വെള്ളം മൂർധാവിൽ വന്ന് പതിക്കുമ്പോഴും ആ ദേഹം കുളിർന്ന് തുടങ്ങുമ്പോഴും ഓരോ ദിവസവും പയറ്റാനുള്ള ബുദ്ധിക്കായി അവൾ തല പുകഞ്ഞ് ആലോചിച്ചു. കൂടെ ഓരോ പുലരിയും ശുദ്ധിയോടെ ഉണരാൻ അവൾ പ്രാർത്ഥിച്ചു. തുടരും. ഞാനിങ്ങനെ ഓരോ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഈ ഒരു ടോം ആൻഡ് ജെറി പ്ലേ. അർജുൻ നന്നാവുമോ? നയനയുടെ ജീവിതം മാറുമോ? ഇതൊക്കെ ഇനിയുള്ള ഭാഗങ്ങളിലായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവണേ. താങ്ക് യു.